വെൽക്കം ഖാലിദ് ജമീൽ. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് അങ്ങനെ ഒരു ഇന്ത്യക്കാരൻ തന്നെ കടന്നു വന്നിരിക്കും. ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് കാണുന്നത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ കൊതിച്ചൊരു പേര് തന്നെയായിരിക്കും ഖാലിദ് ജമീൽ എന്ന് പറയേണ്ടത്. കളിച്ചിട്ടില്ലെങ്കിൽ പുള്ളി എന്നെ തെറി വിളിച്ചോളും എന്നുള്ളതാണ്. നല്ല രീതിയിൽ ഹീറ്റ് ആവുന്ന ഒരു കോച്ച് കൂടിയാണ്. അതുപോലെ തന്നെ അതിന് വേണ്ട റിസൾട്ട് ISLലൊക്കെ കാണിച്ചു തന്നിട്ടുള്ളൊരു കോച്ചാണ്. പക്ഷേ ഇൻ്റർനാഷണൽ ഫുട്ബോളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിരിക്കും. ബട്ട് എന്നാലും പലർക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഒരുപാട് ആൾക്കാർ കൊതിച്ചിരുന്ന ഒരു കടന്നുവരവ് തന്നെയാണ് എന്ന് വേണം പറയാൻ. 3 പേരെ ആയിരുന്നു ടോട്ടലി AIFF ലാസ്റ്റായിട്ട് പുറത്തു വിട്ടിരുന്നത്. ഒന്ന് ഖാലിദ് ജമീലാണ്, മറ്റൊന്ന് പഴയ കോച്ചായിട്ടുള്ള സ്റ്റീഫൻ കോൺസ്റ്റന്റിയൻ എന്ന് പറയേണ്ട പുള്ളിയാണ്, പിന്നൊന്ന് ടെർക്കോവിച്ചു ആയിരുന്നു. സോ ഇതിൽ ഈ 3 പേര് വന്നപ്പോൾ തന്നെ ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും ഖാലിദ് ജമീൽ ആയിരിക്കും അടുത്തൊരു കോച്ച് എന്ന് പറയുന്നത്. ഒരു ബെസ്റ്റ് ചോയ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആശയങ്ങളും കാര്യങ്ങളും അറിയിക്കുക എന്നുള്ളതാണ്. സോ ഞാനിങ്ങനെ ഖാലിദ് ജമീൽ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ വംശജൻ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അമരത്തേക്ക് തന്ത്രശാലിയായിട്ട് കടന്നു വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ ടോട്ടലി 131, 32 എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഫുട്ബോൾ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഒരു ദൂരം എന്ന് പറയുന്നത്, അതായത് ഒരു 100 സ്ഥാനത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ ഖാലിദ് ജമീൽ കിടന്ന് പരിശ്രമിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു I-ലീഗ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മുഖവുര മാറ്റിത്തിരിക്കാനായിട്ട് ISLലേക്ക് കടന്നു വരുന്നത് ഖാലിദ് ജമീൽ എന്ന് പറയുന്ന പേര്. പിന്നീട് ജംഷഡ്പൂർ എന്ന് പറയുന്ന ടീമിനെ അദ്ദേഹം വളർത്തിയെടുത്തിട്ടുള്ളത് വലിയ നേട്ടങ്ങളിലേക്കാണ്. ഒരിക്കലും ISLലുള്ള പല ക്ലബ്ബുകളും ഖാലിദ് ജമീലിൻ്റെ ടാക്ടിക്സുകളും ലൈനപ്പുകൾ പോലും മറക്കൂല. കാരണം അജാതി വെറൈറ്റി രീതിയിലുള്ള കളിശൈലികൾ മുന്നോട്ട് വെക്കുന്ന ഒരു തന്ത്രശാലി തന്നെയായിരുന്നു ഖാലിദ് ജമീൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കടന്നു വരുമ്പോൾ വലിയ വെല്ലുവിളികൾ അദ്ദേഹത്തിന് നേരിടാനുണ്ടാകും. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടീം സെലക്ഷൻ, അതുപോലെ തന്നെ ടീമിൻ്റെ നേട്ടങ്ങൾ, വിജയവഴികൾ എന്നൊക്കെ ആയിരിക്കും. ഇനി നടക്കാൻ പോകുന്ന കാഫ നാഷണൽ കപ്പിലായിരിക്കും പുള്ളി ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മത്സരം നടക്കാനായിട്ട് പോവുക. അതുപോലെ തന്നെ ഒരുപാട് ഫോറിനേഴ്സ് വന്നിട്ടും നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ. ഇനിയൊരു ഇന്ത്യ വംശജൻ വരട്ടെ എന്നുള്ളൊരു തോട്ടിലാണ് നമ്മൾ. ഇങ്ങനെയെങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടുമോ എന്നുള്ളൊരു ചോദിച്ചതാണ്. പക്ഷേ എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡാണ് ഖാലിദ് ജമീലിനെ കൊണ്ടുവന്നത്. കാരണം ഒരു വെറൈറ്റി ആവാമല്ലോ. ഒരുപാട് ഫോറിനേഴ്സ് വന്നു പോയതല്ലേ. ഇനി എന്തായിരിക്കും ഇന്ത്യൻ പരിശീലകനാവുമ്പോൾ പുള്ളിക്ക് എന്തായിരിക്കും ചെയ്യാനുള്ളത്, എന്തായിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ നേട്ടങ്ങൾ കൊയ്യാനുള്ളത് എന്ന് പറയുന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ഖാലിദ് ജമീൽ വന്ന ഉടനെ തന്നെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, വിമർശനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ വയ്യോണം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഞാൻ ഈ നീട്ടിപ്പരത്തി പറയുന്നില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടാണ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ മുന്നുണ്ടാവും. അതിലേക്കും ബൈ.